ഇൻഷുറൻസ് കയ്യിലതാണ്. ഇൻഷുറൻസ് പേപ്പർ ആ പ്രശ്നമില്ല. നെറ്റ് അതിനുള്ള പഠിക്ക രണ്ട് കോണ്ടന്മാരെ കൊണ്ടുപോയി നമ്മളിവിടെ പണമില്ലാത്തവർക്ക് ഭക്ഷണ സൗജന്യം ബോർഡ് വെച്ചതിന് പ്രധാന കാരണം ബസ് സ്റ്റാൻഡിലെ ഹോട്ടലാണ്. നിത്യേന 2-3 ആളുകൾ അങ്ങനെ ഭക്ഷണം ആവശ്യപ്പെട്ട് വരാറുണ്ട്. നമ്മൾ അവർ കൊടുക്കാറുണ്ട്. പക്ഷെ ചില ആളുകൾ മദ്യവും ലഹരി ഒക്കെ ഉപയോഗിച്ചിട്ടാണ് വരിക. അപ്പോൾ അവർക്ക് നമ്മൾ യാതൊരു കാരണവശാലും മദ്യം ഉപയോഗിക്കുന്ന ആൾക്ക് സൗജന്യ ഭക്ഷണം കൊടുക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് യാതൊരു കാരണവശാലും നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കില്ല. നാട്ടുകാരുടെ ജനങ്ങളുടെ ഭാഗത്തൊക്കെ നല്ല സപ്പോർട്ടാണ്. കാര്യമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനെതിരായിട്ടുള്ള ഒരു പ്രചരണം കൂടിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പോൾ മുഹമ്മദ് ഷഹീദ് ചേർന്നുണ്ട്. ഷഹീദ്, ഈ ലഹരിക്കെതിരെയുള്ള പല വിധത്തിലുള്ള പോരാട്ടങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോഴത്തെ സലീം അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കാരണം ഹോട്ടലിൽ പണമില്ലാതെ എത്തുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കും, പക്ഷേ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കില്ല എന്നൊരു സ്റ്റാൻഡ് അദ്ദേഹം എടുത്തിരിക്കുകയാണ്. എന്താണ് അവിടെ നിന്ന് ലഭിച്ച കൂടുതൽ വിവരങ്ങൾ? ഈ പാവപ്പെട്ട മനുഷ്യർക്ക് കഴിക്കാൻ കയ്യിൽ കാശില്ലാത്തവർക്കൊക്കെ സൗജന്യമായി ഭക്ഷണം നൽകുന്ന ഒരു സിസ്റ്റമൊക്കെ ചില ഹോട്ടലുകളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ തന്നെയാണ് നരിക്കുനിയിലും സുൽത്താൻ പാലസ് ഹോട്ടൽ ഉടമ സലീമും ആ ഹോട്ടലിൽ അങ്ങനെയുള്ള സൗകര്യം ഒരുക്കിയത്. പക്ഷേ അതിന് കൂടെ അവരൊരു മുന്നറിയിപ്പ് ബോർഡ് കൂടി വെക്കുകയാണ്. മയക്കുമരുന്ന് ലഹരി ഉപയോഗിച്ച് വരുന്നവർക്ക് അങ്ങനെ സൗജന്യമായി ഭക്ഷണം തരില്ല എന്നുള്ളൊരു ബോർഡ് അദ്ദേഹം സ്ഥാപിക്കുന്നു എന്നുള്ളതാണ്. ഈ വലിയ മയക്കുമരുന്ന് ഭീഷണിയൊക്കെ നേരിടുന്ന ഈ താമരശ്ശേരിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ നരിക്കുനി എന്നുള്ളതും പ്രത്യേകതയാണ്. ലഹരിക്കെതിരെയുള്ള വലിയൊരു ബോധവൽക്കരണം കൂടി താൻ ഇങ്ങനെയൊരു ലഹരി ഉപയോഗിച്ച് വരുന്നവർക്ക് ഭക്ഷണം തരില്ല എന്നൊരു ബോർഡ് വെക്കുന്നതിലൂടെ അങ്ങനെ ഒരു ബോധവൽക്കരണം കൂടി ലക്ഷ്യമാക്കുന്നു എന്നാണ് സലീം ഏതായാലും പറയുന്നത്. ഏതായാലും വലിയ ജനപിന്തുണ ഇപ്പോൾ അതിന് ലഭിക്കുന്നുണ്ട്, ആ ഒരു നീക്കത്തിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ ആളുകൾ സൗജന്യമായി ഭക്ഷണം നൽകാൻ വേണ്ടിയുള്ള സന്നദ്ധത പ്രകടിപ്പിച്ച് കൂടുതൽ ആളുകൾ രംഗത്ത് വരുന്നുവെന്ന് സലീം പറയുന്നുണ്ട്. ഏകദേശം 20 വർഷത്തോളമായി സലീം അവിടെ ഹോട്ടൽ നടത്തുന്നുണ്ട്. തൽക്കാലം അങ്ങനെ സഹായമൊന്നും സലീം തേടുന്നില്ല. പക്ഷേ സ്വന്തം നിലയിൽ തന്നെ ഭക്ഷണം നൽകാനാണ് തീരുമാനം. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ലഹരി ഉപയോഗിച്ചെത്തുന്നവർക്ക് ഭക്ഷണം തരില്ല എന്നുള്ളൊരു ബോർഡ് വെച്ച് സാമൂഹ്യ ബോധവൽക്കരണത്തിനുള്ള ഒരു വഴിയായി അത് മാറ്റുകയാണ്. വലിയൊരു സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഭക്ഷണമില്ല എന്നുള്ള ഒരു കടുത്ത നിലപാടിലേക്ക് എത്തുന്നു. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ പണമില്ലാത്ത ആളുകൾക്ക് അദ്ദേഹം ആഹാരം നൽകുന്നുണ്ട് എന്നൊരു മാതൃക കൂടി അതിലുണ്ട്. എന്തായാലും ലഹരി ഉപയോഗിക്കുന്നവരെ യാതൊരു തരത്തിലും ഗൗനിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. കാരണം ലഹരി എന്നുള്ള ആ ഒരു വിപത്തിനെ നമുക്ക് തുടച്ചു നീക്കാൻ സാധിക്കണം. അത് സമൂഹത്തിൽ എത്രമാത്രം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. എന്തായാലും സലീം ഇപ്പോൾ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ആ ബോർഡ് സ്ഥാപിച്ചാണ് അദ്ദേഹം ലഹരിക്കെതിരെ പ്രതിരോധം നടത്തുന്നത്.